കാരണം കൃപാസനത്തിലെ ഓരോ സാക്ഷ്യവും ഞാൻ കേൾക്കുമായിരുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സാക്ഷ്യങ്ങൾ, സാധാരണക്കാരുടെ സാക്ഷ്യങ്ങളാണേലും അതെല്ലാം ഞാൻ വളരെ ഭക്തിയോടെ കേൾക്കുമായിരുന്നു. എനിക്ക് ഉടമ്പടി അടുത്ത്, പക്ഷെ ഞാൻ ഉടമ്പടി കറക്റ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യത്തെ ആ ഒരു 3 മാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്തില്ല, പള്ളിയിൽ പോയില്ല. അപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എനിക്ക് കൈക്ക് വയ്യല്ലോ, ഞാൻ അപ്പോൾ എങ്ങനെ ചെയ്യും, ഇങ്ങനൊരു വിചാരത്തിൽ ഞാനിരുന്നേ. പക്ഷേ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് അച്ഛൻ ഓരോ ക്ലാസ്സിലും പറയുന്നുണ്ട്. ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യണം, അതായത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്, ഉടമ്പടിയുടെ മെയിൻ കണ്ടൻറ്റ്. അപ്പം ഞാൻ ഒരു രോഗിയായെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ദൈവം എന്നിലൂടെയാണ് ആഗ്രഹിക്കുന്നത്, ഞാനാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ, ആദ്യത്തെ തവണ പുതുക്കി കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പുതുക്കി കഴിഞ്ഞ് പോയപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും ഞാൻ ചെയ്യും, ഞാൻ പള്ളിയിൽ പോവും, ഞാൻ എൻ്റെ കൈക്ക് വയ്യെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചത്തോറുമുള്ള എല്ലാ കാരുണ്യപ്രവൃത്തിയും വളരെ ഭംഗിയായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ പൊതിച്ചോറ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കൊടുക്കുമായിരുന്നു ചെയ്ത്, അത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ചെയ്ത്. കാരണം ഞങ്ങൾ വീടിന് കുറേ അകലെയാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ വരെ പോയി രാവിലെ ചോറ് കെട്ടി പോയാൽ പോലെ ചോറ് നല്ലപോലെ തണുത്തു പോകും. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ചൂട് ചോറ് അവർ ആഗ്രഹിച്ചിരിക്കുന്നവരായിരുന്നു. അപ്പം ഞങ്ങളത് ചോറ് കൊണ്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ, എൻ്റെ വയ്യാത്ത കൈ കൊണ്ട് തന്നെ ഞാൻ ചുമന്ന് അത് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. എൻ്റെ കൂടെ എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ ചേട്ടായും വരുമായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് എനിക്ക് ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ഉടൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടിയതായിരുന്നു. ഒരു സാക്ഷ്യം പറയാനുള്ള രീതിയിൽ സൗഖ്യം കിട്ടിയായിരുന്നു. പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് എനർജി പോലെ, ഞാൻ അന്ന് സാക്ഷ്യം പറയേണ്ട വ്യക്തിയായിരുന്നു, ഒരു നെഗറ്റീവ് എനർജി പോലെ എൻ്റെ തളർത്തി കളഞ്ഞൊരു കാര്യം. ഞങ്ങൾ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ഫാമിലിയായിരുന്നു. ഞങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകും, പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കിടും, പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോകും, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകും. അപ്പം നാട്ടുകാരെല്ലാവരും, പപ്പായാണ് എന്നും പള്ളിയിൽ പോകും. അപ്പം നാട്ടുകാരാണ് മൊത്തം കളിയാക്കുകയായിരുന്നു, എന്നും പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്താന്നൊക്കെ ഒരു രീതിയിലായിരുന്നു ഞങ്ങളോടുള്ള പുച്ഛം. അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരറിയല്ലേ, എൻ്റെ രോഗത്തെക്കുറിച്ച് അറിയല്ലേ, എനിക്കിങ്ങനെ വന്നത് അറിയല്ലേ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ഞാൻ സാക്ഷ്യം പറയണ്ട, ഇപ്പം പറയണ്ടെന്ന് വെച്ച് തന്നെ ഇരുന്നു. ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയോടൊന്ന് അവിശ്വസ്തതയെ കാണിച്ചത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനന്ന് ആരെയും പേടിക്കില്ലായിരുന്നു. എൻ്റെ മാതാവിനെ ഈശോനെ സാക്ഷ്യപ്പെടുത്തേണ്ട അവസരം ഞാൻ ഒരിക്കലും കളയാൻ പാടില്ലായിരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയേണ്ടതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതെനിക്ക് മാതാവിനോട് പറഞ്ഞു. ഞാനൊരു ദിവസം ഒരു പള്ളിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ സൗഖ്യപ്പെടുത്തി. ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല, ഞാനോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ഏറ്റുപറച്ചിൽ കുറച്ച് വൈകിപ്പോയി. അതിന് മുന്നേ എനിക്ക് ഈ അസുഖം പിന്നീട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ വേദനയോടുകൂടെ തന്നെ തിരിച്ചു വന്നു. എനിക്ക് പിന്നീട് അച്ഛൻ്റെ ക്ലാസ്സിൽ മനസ്സിലായി. അച്ഛൻ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞു,